അക്ഷരാർത്ഥത്തിൽ ഒരു ത്രികോണ മത്സരം നടക്കുമ്പോൾ നമുക്ക് ഉറപ്പുള്ള ഒരു സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത്തവണയും നേമം. BJP സംബന്ധിച്ച് അവരുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുമെന്ന് കാലേകൂട്ടി പറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് നേമം. അപ്പോൾ നേമത്തിന് രാഷ്ട്രീയ പ്രാധാന്യമേറെയുണ്ട്. ഞാൻ ഈ നേമം മണ്ഡലത്തിന്റെ രാഷ്ട്രീയം വെച്ച് ഇവരുടെ ഈ ഒരു വെല്ലുവിളിയെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോരിനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ 1982 ഉപതെരഞ്ഞെടുപ്പ് മുതൽ തന്നെ ഇതൊരു ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടൊരു മണ്ഡലമാണല്ലോ നേമം. അതിനുശേഷം കോൺഗ്രസിന് അവിടെ ജയിച്ചു കയറാൻ കഴിഞ്ഞത് 2001-2006 മാത്രമാണ്. ഈ 2001-2006 കോൺഗ്രസ് അവിടെ ജയിക്കുമ്പോൾ പോലും ഹർഷൻ ഇടത് മുന്നണിക്ക് വോട്ട് കൂടിയിട്ടേ ഉള്ളൂ. അവരെ കുറച്ചൊക്കെ വോട്ട് വർദ്ധിപ്പിക്കുന്നതേ ഉള്ളൂ. വിജയം ഈ കോൺഗ്രസിനൊപ്പം നിന്ന ഘട്ടങ്ങളിൽ പോലും ഈ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അവരുടെ വോട്ട് ചോർച്ചയൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. ആളുകൾ കൂടുതലായിട്ടും കോൺഗ്രസിന് വോട്ട് ചെയ്തു 2 വട്ടം ജയിച്ചു. പിന്നീട് വീണ്ടും അത് ഇടതു മുന്നണി തിരികെ പിടിക്കുകയാണ്. തിരികെ പിടിച്ചതിനു ശേഷം ഈ 2011 വരുമ്പോഴത്തേക്കാണ് 2011 വീണ്ടും ഇടതു മുന്നണി മണ്ഡലം പിടിക്കുന്നു. അപ്പോഴേക്കും ആ നിയമത്തിന്റെ ചിത്രം ആകെ മാറുകയാണ്. നമ്മൾ ഈ 2001-2006 82 കാലഘട്ടത്തിൽ നിന്നൊക്കെ മാറി 2011 എത്തുമ്പോൾ അവിടെ വ്യക്തമായ ഒരു ട്രയാങ്കിൾ ഫൈറ്റ് അവിടെ വന്നു തുടങ്ങി. BJP അവിടെ ശക്തമായ ഒരു സ്വാധീനം ഉറപ്പിച്ചു തുടങ്ങി. ഇപ്പം 2001 കാലം തൊട്ട് തന്നെ BJP മണ്ഡലത്തിൽ കാലുകൂതി തുടങ്ങിയിരുന്നു. പക്ഷേ 2011 ആകുമ്പോഴേക്കും അവരൊരു വ്യക്തമായ ഞങ്ങൾ ഇവിടെ ഉണ്ട്, അവരവിടെ സാന്നിധ്യം അറിയിക്കാൻ തുടങ്ങി. അവരവിടെ വോട്ട് ഉയർത്താൻ തുടങ്ങി. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം, അത് നേമത്തെ സംബന്ധിച്ച വിജയം, നേമത്ത് BJP ഉണ്ടാക്കിയ വിജയം, അത് കേരളത്തെ ആകെ ഞെട്ടിച്ചതാണ്. ആദ്യമായിട്ട് സംസ്ഥാനത്ത് BJP താമര വിരിഞ്ഞിരിക്കുന്നു. രാജഗോപാൽ എന്ന സംസ്ഥാനത്തെ BJPയുടെ മുതിർന്ന നേതാവ് നിയമസഭയിലേക്ക് വരികയാണ്. അദ്ദേഹം ഈ വിജയിച്ചു വന്നതിനെ കേരള രാഷ്ട്രീയമൊക്കെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയത്. തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ വീണ്ടും V. ശിവൻകുട്ടി ആ മണ്ഡലം പിടിച്ചെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ ആ കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയി. ആ ഘട്ടത്തിൽ തൊട്ട് കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. ഇപ്പോഴും മണ്ഡലത്തിൽ കോൺഗ്രസ് 3-ാം സ്ഥാനത്താണ്. 2016 രാജഗോപാൽ വരുമ്പോഴും ഇടതു മുന്നണി അന്നും V. ശിവൻകുട്ടി 9,000 വോട്ട് കൂട്ടിയിട്ടേ ഉള്ളൂ. അവിടെ കോൺഗ്രസിന്റെ വോട്ടാണ് BJPയിലേക്ക് പോയത് 2016 രാജഗോപാൽ ജയിക്കുമ്പോഴും. അപ്പം നിയമത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് കുറച്ചും കൂടി പെർഫോമൻസ് കൂട്ടേണ്ടതുണ്ട്, അവർക്ക് വോട്ട് ഉയർത്തേണ്ടതുണ്ട്. ഇത്തവണ BJP ഇവരെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിയമത്തേക്ക് ഒരുപാട് കരുത്തരായ നേതാക്കളുടെ നമ്മുടെ K. മുരളീധരൻ്റെ അടക്കം പേരുകളൊക്കെ ഉയർന്ന് കേൾക്കുന്നുണ്ട്. കോൺഗ്രസ് എന്നറിയില്ല, ഇനി അവർ സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കണം വരുന്നൊക്കെയും അഭ്യൂഹമാണ്. ഇനി ആരെ കൊണ്ട് നിർത്തിയാലും നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു വൺ ടാസ്കാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ടാസ്ക്കാണ്. ആ നിയമത്ത് ഈ 3-ാം സ്ഥാനം ഒരു 2-ാം സ്ഥാനത്തേക്ക് എത്തണം, അത് ടാസ്ക്കാണ്. അതിലും വലുതാണ് അവിടെ വിജയിച്ച് കയറുക എന്നുള്ളത്.